ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ എണീറ്റല്ലോ കേട്ടോ. അടുത്ത ദിവസമായി നമ്മളൊരു ദിവസം മാനേജ്മെൻറ്റിൽ സ്റ്റേ ചെയ്തു കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്തു കാരണം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് പോയാൽ നമുക്ക് നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് വർക്ക് ചെയ്ത് സ്റ്റേ ഒക്കെ അടിച്ചിട്ട് ഇതിപ്പോൾ രാവിലെ നമ്മൾ തുടങ്ങുകയാണ് സന്തക്പൂരിലേക്കുള്ള യാത്ര കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ അത് ഉണങ്ങിയിട്ടില്ല. അതൊന്ന് ജസ്റ്റ് ഉണക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ 8 മണിയാകുമ്പോൾ ഇവിടെ ഒരു പോലീസിൻ്റെ കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് വെഹിക്കിൾ, നമ്മൾ ആധാർ കാർഡ് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഒരു എൻട്രി കിട്ടാനുണ്ട്. പെർമിഷൻ എടുത്തതിന് ശേഷം വേണം പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കട്ടെ. ഇവിടെ കുരങ്ങൻ്റെ ശല്യം ഭയങ്കര കേട്ടോ. കുരങ്ങൻ്റെ ശല്യം ഭയങ്കര ആയതുകൊണ്ട് തന്നെ തുണിയെല്ലാം ഇത് ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. കാര്യങ്ങൾ വരുന്നതിന് മുമ്പേ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ എല്ലാം കൂടി വണ്ടിയിലിട്ടിട്ട് പോകാൻ വെച്ചിട്ടാണ്. പിന്നെ ഇഷ്ടംപോലെ ബൊലേറോസ് ഉണ്ട്, എല്ലാം 4x4 ആണ്. കൊള്ളാം. ഇവിടെ കുറേ ടാക്സി 4x4 കാണാൻ പറ്റും. കാരണം ഇവിടെ പ്രൈവറ്റ് ഗാഡീസൊന്നും അലൗഡല്ല, അതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതാ മാർഷൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ വണ്ടി 4 വീലാട്ടോ ഇവിടെ. അതതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സീന് കിട്ടും. ഇവിടെ സ്കൂളുണ്ട്, സ്കൂൾ ഗ്രൗണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോർണിംഗ് ഇത് കണ്ട, ഇത്രയുള്ള ചെറിയൊരു ഗ്രാമമായിട്ടാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളെ നേപ്പാൾ ബോർഡറിലാണ്. ഇവിടുന്ന് നമുക്ക് നേപ്പാളിലേക്ക് കടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നടന്നിട്ട്. ഒരപ്പം വന്നിട്ട് ചായ കുടിക്കാൻ പൈസ തരുമോ ചേട്ടാ, കൊടുക്കാം. താങ്ക് യു. ഓക്കെ, വെൽക്കം. നൈസ് ടു മീറ്റ് യു. നടക്കാനൊന്നും പറ്റുന്നില്ല. അയാളെ കാലിനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 4x4 ബൊലേറോനെ പറ്റി പറയാം. ഇവിടെ ഇഷ്ടംപോലെ ടാക്സി വണ്ടികളുണ്ട് കേട്ടോ. ഇതൊക്കെ ടാക്സികളാണ്, ഇതും ടാക്സിയാണ്. ബിക്കോസ് ടാക്സിക്ക് മാത്രമേ ഇവിടെ പെർമിറ്റ് ഉള്ളൂ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതും ഇവരുടെ ലാൻഡ് പവർ അസോസിയേഷൻ്റെ അണ്ടറിൽ വരുന്ന വണ്ടികൾ കേട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് പെർമിഷൻ ഉള്ളത്. അല്ലാത്ത വണ്ടിക്ക് പോകാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ റൂള്. ഇതൊക്കെ പാർക്കിംഗ് ലോട്ടാട്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ബൊലേറോസ്, ലാൻഡ് റോവേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ നിരത്തി വണ്ടി നിർത്തും. ഇന്നലെ ഞാൻ അവിടെയായിരുന്നു വണ്ടി വെച്ചിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഈ മല കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ മല കയറി അങ്ങ് എത്തണം കേട്ടോ. എന്തായാലും നോക്കാം, നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം. ഈ ഒരു പോലീസ് ബൂത്തിൽ നിന്നാണ് നമുക്ക് പെർമിഷൻ എടുക്കണ്ട കേട്ടോ. ഇവിടെ നമ്മുടെ ID കാർഡൊക്കെ കാണിച്ചിട്ട് ഒരു എൻട്രി ഇടാണ്ട്, എന്നിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. നമ്മളൊരു ആധാർ കാർഡിൻ്റെ ഫോട്ടോയും അതുപോലെ ഒരു ഫോമും ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ വൈൽഡ് ലൈഫിൻ്റെ ഓഫീസിൽ പോയിട്ട് നമുക്കൊരു ഇതൊരു പാർക്കിംഗ് ഫീ പോലെയാണ് കേട്ടോ. നമുക്ക് അതിനുള്ളിൽ വണ്ടി കൊണ്ടുപോകാനുള്ള ഒരു പെർമിഷൻ കൂടി, അതിനൊരു പ്രൂഫ്, അത്രയേ ഉള്ളൂ. നമ്മളെ വണ്ടി അങ്ങനെ വെയിലത്ത് വെച്ചിട്ടേ ഉള്ളത്. എനിക്കൊരു മിലിറ്ററിക്കാരനെ കിട്ടിയിട്ടുണ്ട്. ആളെയും കൂടെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൾക്ക് ഡ്യൂട്ടി ഉണ്ട് അങ്ങനെ പറഞ്ഞു. ഇന്ന് വേറെ വണ്ടിയൊന്നും പോയില്ല. 1ാമത്തെ നമ്പർ തന്നെ ഞാൻ കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചേട്ടാ. മാനേജ്മെൻറ്റിൽ നിന്ന് വണ്ടി എടുത്ത് പുറപ്പെടുകയാണ്. പിന്നെ അങ്ങോട്ടുള്ള റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല കർവൊക്കെയുള്ള റോഡാണ് കേട്ടോ. വണ്ടി പിടിച്ച് വലിച്ച് കയറി പോകാൻ കുറച്ച് പണിയാണ്. അത്യാവശ്യം നല്ല കർവാണ്. ഇതുപോലെ ഓപ്പോസിറ്റ് വണ്ടിയും കൂടെ വന്നാൽ തീർന്നു കേട്ടോ. കാരണം പെട്ടെന്നില്ല, നല്ല ചെറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിച്ചാൽ കിട്ടില്ല. 1ാമത്തെ വണ്ടിക്ക് പവർ ഷെയറിങ്ങും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചാലും കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കയറ്റത്തിൽ വണ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. 4 വീലിട്ട് കയറ്റേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ വണ്ടി വലി മുട്ടും. ആ ഒരവസ്ഥയാണ് വരിക. കാരണം അത്യാവശ്യം നല്ല വളവാണ് കിട്ടുക. പോകുന്ന വഴിയല്ല ഇതുപോലെ നമുക്ക് പല വണ്ടികൾ ഓപ്പോസിറ്റൊക്കെ വരുന്ന കാണാം. ബൊലേറോസും അതുപോലെ ലാൻഡ് റോവേഴ്സാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഷട്ടിലടിക്കുന്ന ലാൻഡ് റോവറും ബൊലേറോ മാത്രമാണ്. ഇതാണ് പോകുന്ന ആദ്യത്തെ ഉള്ള വില്ലേജ് കേട്ടോ. ചിത്ര എന്ന് പറയും. ചിത്ര എന്ന് പറഞ്ഞാൽ ചെറിയൊരു വില്ലേജ് കേട്ടോ. ചെറിയ വീടുകൾ കാര്യങ്ങൾ, ചെറിയ വില്ലേജാണ്, വളരെ ചെറിയ വില്ലേജ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അവിടെ 2-3 വണ്ടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണാം, അത്രയേ ഉള്ളൂ. ചെറിയൊരു റെസ്റ്റോറൻറ്റ്, കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അത്രയേ കേട്ടോ. പിന്നെ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപ, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെ ആർമിക്കാരൻ ഉണ്ടായതുകൊണ്ട് തന്നെ ആൾക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. ഓൺ ദ വേ കാണുന്ന കാഴ്ചകൾ മാത്രം ഒന്ന് ഒപ്പി എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇനിയുണ്ട് ഇഷ്ടംപോലെ വില്ലേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ആളെ ഡ്രോപ്പ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പോകുന്ന വഴിയുള്ള ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ക്യാമ്പിംഗ് ഒന്നും നടക്കൂല കേട്ടോ. അതിനൊന്നും പെർമിഷൻ ഇല്ല. ഇതൊക്കെ എന്താ പറയുക, ഒരു ഫോറസ്റ്റിൻ്റെ പാട്ടായതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിളിലെ ഫോറസ്റ്റിൻ്റെ പാട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വണ്ടി കൊണ്ട് പോകാനേ ഉള്ളൂ. फालू तक जाने की सोचे लेकिन परमिशन नहीं तो क्या करेगा। तो आपको वहाँ तक काल पोखरी से जाने के बाद आपको ट्रेलिंग करना पड़ेगा पैदल. അങ്ങനെ ആളുടെ പോസ്റ്റിങ്ങുള്ള സ്ഥലത്ത് കേട്ടോ. അപ്പം ഞാനിവിടെ ആളുടെ ഇറക്കിയിട്ടാണ് പോയത്. SSBയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവരിവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പോകുന്ന വഴിയിൽ ഫുള്ള് ഇങ്ങനെ SSBയുടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ലിഫ്റ്റ് ചോദിച്ചു, ഞാനവിടെ ഇറക്കി കൊടുത്തെന്ന് മാത്രം കേട്ടോ. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് പോകാൻ പറ്റുന്നതാണ്, നിർത്തി പോകാൻ പറ്റുന്നതാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഇങ്ങനെ മാറി വരും കേട്ടോ. ചിലപ്പോൾ കാട് വരും, ചിലപ്പോൾ ഇതുപോലെ നല്ല പരവതാനി പോലത്തെ സ്ഥലം വരും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നല്ല രസമാണ് പോകുന്ന റൂട്ടൊക്കെ. അധികം വണ്ടികളോ ആളുകളോ ആരുമില്ല. വളരെ സമാധാനമായിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ വരും ആ നാട്ടിലുള്ള. അത്രയേ ഉള്ളൂ. വേറെ ഒരു പരിപാടിയില്ല കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാനാണെങ്കിൽ അടിപൊളി റൂട്ടാണ് കേട്ടോ. നമുക്ക് തുംലിംഗ് വരെ എന്തായാലും വണ്ടിക്ക് പെർമിഷൻ കിട്ടും. നമുക്ക് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. റൂട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി റൂട്ട്, നല്ല രസം കാണാൻ. ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി അടിപൊളിയാണ്. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കയറി പോകാൻ പറ്റില്ല. അത് നേപ്പാൾ ബോർഡർ കുറേ ഉണ്ട് കേട്ടോ വരുന്നത്. നേപ്പാൾ ബോർഡറിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കഴിഞ്ഞാൽ ഭയങ്കര ചൊറയാണ്. അതുകൊണ്ട് കണ്ട റോഡിലൊന്നും കയറാൻ പറ്റില്ല. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ റോഡിലെല്ലാം ആരോമാർക്ക് ഇട്ടിട്ടുണ്ട് പോകാൻ വേണ്ടിയുള്ളത്, മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിത്ര കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിത്ര എന്ന് പറഞ്ഞ വില്ലേജ് കഴിഞ്ഞു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം മുമ്പോട്ടുള്ള കാഴ്ചകൾ. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് ക്യാമറ തിരിക്കുക. നല്ല സ്കൈ എല്ലാം നോക്കി. നല്ല ക്യാമ്പിംഗ് എല്ലാം ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. സന്ദക്ഫു അടിപൊളി കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പൊളിയല്ലേ? ആരുമില്ല, ഞാൻ മാത്രം. ഇന്നത്തെ ഫസ്റ്റത്തെ എൻട്രി നമ്മളെ വണ്ടി കേട്ടോ. രാവിലെ 8 മണിക്ക് തുറന്നപാട് ഞാൻ കയറി ഫസ്റ്റത്തെ എൻട്രി ഇട്ട് നമ്മളെ വണ്ടി എടുത്ത് വന്നേ. ഈ സാധനമൊക്കെ ഞാനിതാ ഉത്തരാഖണ്ഡിൽ ഭയങ്കര മെമ്മറീസ് കേട്ടോ. ഞാൻ ചാവാണ്ട് തിരിച്ചെത്തിയ ദിവസങ്ങളതെല്ലാം. ഉത്തരാഖണ്ഡിൽ നമ്മൾ നാഗ്ടിബ ട്രക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നാഗ്ടിബ. അപ്പം നാഗ്ടിബ പോയ സമയത്ത് എൻ്റെ ഒരു ദിവസത്തെ ആഹാരം ഇതൊക്കെയായിരുന്നു. രാവിലെ പോയി രാത്രി വരെ ഞാൻ പെട്ട് താഴോട്ട് ഉരുണ്ട് വീണ് ചാവാണ്ട് എങ്ങനെയൊക്കെയോ തിരിച്ചെത്തിയ ദിവസം കേട്ടോ അത്. അന്നത്തെ എൻ്റെ ആഹാരം ഇതായിരുന്നു. ഇതൊരു സ്ട്രോബെറീൻ്റെ ചെറിയ സാധനമാണ്. ഈ കാടുകളിൽ ഉണ്ടാകുന്ന. നമുക്ക് തിന്നാൻ പറ്റും കേട്ടോ. ഞാൻ കുറേ തിന്നതന്ന് വിശപ്പടക്കാൻ. ഓഹ്, സ്വർഗം എൻ്റെ അമീ. ഇത് പോകുന്ന വഴിയിൽ കണ്ടൊരു ലേക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നോക്കിയട്ടെ, ആ സ്കൈയും ആ ഒരു ഫ്ലാഗും ഇതൊക്കെ കൂടിയിട്ട് മാസ്മരിക്കും. ഒന്നും പറയാനില്ല കേട്ടോ. ഇതൊക്കെ ഒരിക്കലൊക്കെ വന്ന് കാണണം കേട്ടോ. ഇതൊക്കെയാണ് ഒരു സന്തോഷം. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എൻ്റെ പൊന്നോ,
അടിപൊളി കേട്ടോ. ലാൻഡ്സ്കേപ്പ് ഒന്നും ഒരു രക്ഷയില്ല. ഓ ഇനി നേപ്പാളൊക്കെ കയറി എന്തായിരിക്കും അവസ്ഥ? എൻ്റെ പൊന്നു, എനിക്ക് തിരിച്ചു വരാൻ പോലും തോന്നില്ല. പൊള്ളി, എല്ലാം ഇഷ്ടപ്പെട്ടു. കിടിലൻ കാഴ്ചകളാട്ടോ ഓൺതവേ കിട്ടുന്നതെല്ലാം. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ശ്വാസത്തിൽ തന്നെ നമുക്കൊരു ഭയങ്കര ഫ്രഷ്നെസ്സാണ്. ഈ മലേൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കൽ തന്നെ അടിപൊളി കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. ജോബിൻ്റെ കാര്യമാണ് പ്രശ്നം. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്, 2 ദിവസം നിൽക്കാൻ പറ്റും നമുക്ക്. ഞായറാഴ്ച തിരിച്ചിറങ്ങണം. തിങ്കളാഴ്ച വരെ പണിയുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നില്ല പോലെ. നമ്മളെ അങ്ങോട്ട് നമുക്ക് ഫാലൂത്തെല്ലാം കയറ്റി വിടുമെങ്കിൽ ഞാൻ എന്തായാലും ഒരാഴ്ച ലീവ് എടുത്തിട്ടായാലും അവിടെ നിൽക്കും. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. മാർവലസ്, ഫാന്റാസ്റ്റിക്. ഞാൻ അടുത്ത സ്പോട്ടിൽ ചവിട്ടി കേട്ടോ. ഇങ്ങനെ പോയാൽ ഞാൻ ഇന്നൊന്നും അടുത്തും തോന്നില്ല. ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും നല്ല രസം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ പാറയിലൊന്ന് പോയിരിക്കാൻ തോന്നി. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അടിപൊളി സ്ഥലങ്ങൾ. ഇങ്ങനെ റോഡ് കാണുന്നുണ്ട് അങ്ങ് വരെ. നോക്കാം നമുക്ക് സ്ഥലം. ശരിക്കും കുറച്ച് ടീമായിട്ട് വരണം. നമ്മളെ ഫ്രണ്ട്സിനെല്ലാം കൊണ്ടുവന്നിട്ട് ഒരാഴ്ച ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കണം. വെറുതെ നെറ്റ്വർക്ക് ഉള്ളൊരു പുല്ലും ഇല്ല കേട്ടോ. നല്ല സുഖം. നെറ്റ്വർക്കും വേണ്ട, ഒന്നും വേണ്ട. വളരെ ഫ്രീ ആയിട്ട് മൈൻഡെല്ലാം ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. അത്യാവശ്യം കോടയുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡ് നല്ല കോടയുണ്ട്, അപ്പുറത്തെ സൈഡ് കുറച്ച് കോട കുറവാണ്. കുറച്ച് വെയിലുണ്ട്. കൊള്ളാം, അടിപൊളി. എന്തായാലും ഒരാഴ്ച വെയിറ്റ് ചെയ്തത് വെറുതെ ആയില്ല. ഒരാഴ്ച ഞാനിത് ഇങ്ങനെ പലവട്ടം ചിന്തിച്ചു, ഇത് കയറണോ വേണ്ടയോ. ഡബിൾ മൈൻഡിലായിരുന്നു. എന്തായാലും ഒരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി സെയിം സ്ഥലത്തേക്ക് നമ്മളൊരു എക്സ്ട്രീം ഓഫ് റോഡും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് നേപ്പാൾ വഴിയാണ്. നേപ്പാൾ കയറിയ പാട് നമ്മൾ പോകും സന്ദർഭം. അതിലെ കൂടിയിട്ട് എല്ലാ വണ്ടി അലൗഡാണ്. ഇവരെ മറ്റേ അസോസിയേഷൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ വണ്ടിക്കും ബൈക്കിന് വരെ വിടുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആ വഴിയും കൂടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. അടിപൊളി. ഏതെങ്കിലും ഒരു വീക്കെൻഡ് പോകണം, അതേ ഉള്ളൊരു പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട് ലാൻഡ്സ്കേപ്പ്? അവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം കേട്ടോ. എല്ലാ മലപ്രദേശത്തും ഓരോ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നേപ്പാളാട്ടോ, നേപ്പാളിൻ്റെ ഭാഗമാണ്. നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പെർമിഷൻ ഇല്ല. നമുക്ക് ജസ്റ്റ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് റോഡിൽ കൂടി ഇങ്ങനെ പോകാം കേട്ടോ. അത്രേ പെർമിഷനുള്ളൂ. നേപ്പാളിൽ കയറി കഴിഞ്ഞാൽ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. വണ്ടി കൊണ്ടൊന്നും എന്തായാലും പോകാൻ പറ്റില്ല, പെർമിഷനൊന്നും ഇല്ലാതെ. നമ്മളെന്തായാലും പെർമിഷൻ എടുത്തിട്ട് പോവും. നമ്മളിപ്പോൾ ഇതാ മേഘ്മ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മേഘമ കഴിഞ്ഞിട്ട് തുംലിംഗ് ഉണ്ട്. തുംലിംഗ് കഴിഞ്ഞാൽ പിന്നെ നേപ്പാളാണ് കേട്ടോ. നേപ്പാളിലേക്കാണ് നമുക്ക് കയറേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ പെർമിഷന് കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. മാക്സിമം ഇവിടം വരെയുള്ള പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, കിട്ടുമായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ട്, ഒരു സിംഗിൾ നാഷണൽ പാർക്കാണ്. അപ്പോൾ നാഷണൽ പാർക്കിലേക്ക് കൂടിയിട്ട് നമുക്ക് ഇവിടുത്തെ അസോസിയേഷൻ്റെ വണ്ടിയില്ലാതെ വേറെ ഒറ്റ വണ്ടി വിടൂല കേട്ടോ. ഈ നാട്ടുകാരെ പോലും വിടുന്നില്ല. അതാണ് അവസ്ഥ. എന്തായാലും നോക്കാം നമുക്ക്. ഇത്രയും ദൂരം വന്നതല്ലേ, ഒന്ന് കാലൊക്കെ പിടിച്ച് നോക്കാം. നമ്മളുള്ളത് മേഘ്മ എന്ന് പറഞ്ഞൊരു വില്ലേജിലാട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഗോമ്പയുണ്ട്. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. കേരളാസ് ഒരുപാട് സ്തൂപങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു നേച്ചറും ഈ ഒരു കളർ കോമ്പിനേഷനും കൂടി ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നു, അടിപൊളി കേട്ടോ. ഞാൻ തുറക്കുന്നില്ല.
ഇവിടെ ഒരുപാട് ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് കാണാം. ഇതിപ്പോൾ എല്ലാം മണാശ്രീയിൽ ഇല്ല തന്നെയാണ്, എന്നാലും കൊള്ളാട്ടോ. ആൻഡ് ഇതൊരു ചെറിയൊരു കഫേയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. നല്ലൊരു ഗ്രാമം, ചെറിയൊരു ഗ്രാമം. ഒരു രക്ഷയില്ലാത്ത സ്ഥലട്ടാ എൻ്റെ അമ്മീ. എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ ആകാശമൊക്കെ നോക്കി, ആകാശമെല്ലാം കറക്റ്റ് ഗ്രേഡിയൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് പഴയ മൊണാസ്ട്രി കേട്ടോ. ഈ മേൾഭാഗമൊക്കെ ഓൾറെഡി ഫുള്ള് പഴയ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൊളി, അടിപൊളി കേട്ടോ. ഇനി അങ്ങോട്ട് പോകും തോറും തുമ്പിലിംഗ് കാര്യത്തെല്ലാം അവിടെയൊക്കെ ഉണ്ടാകും കേട്ടോ. തുമ്പിലിങ്ങിലൊക്കെ ഇതുണ്ടാവും, മൊണാസ്ട്രി സിസ്റ്റം പോലെ ഉണ്ടാവും. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് തുമ്ലിംഗ് വരെ നമ്മളെ വണ്ടി കൊണ്ട് പോകാം കേട്ടോ. അവിടുന്ന് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കണം. അവിടുന്ന് പറ്റുവാണെങ്കിൽ നമുക്കൊരു ലാൻഡ് റോവർ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് കൂടെ ഒരു റൈഡ് എങ്ങനെയുണ്ട് എന്നെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. കാരണം ഇവിടുത്തെ വലിയൊരു ഫേമസ് ഇവരുടെ ട്രഡീഷൻ്റെ പാർട്ടാണ് ഈ ലാൻഡ് റോവർ എന്ന് പറയുന്നത്. അവർ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. പണ്ടത്തെ ബ്രിട്ടീഷേഴ്സ് യൂസ് ചെയ്ത വണ്ടിയൊക്കെ അങ്ങനെ പറയപ്പെടുന്നത്, അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവരൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും അവരുടെ കൂടെ ഒരു യാത്ര ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പോകുന്ന വഴിയെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്ര മനോഹരമായിട്ടോ. പോകുന്ന വഴിയിൽ നിന്ന് രണ്ട് സൈഡും നല്ല ഗ്രീനറിയാണ്. വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, വളരെ സൈലൻറ്റ്. നമുക്ക് അത്ര അടിപൊളിയായിട്ട് പോകാൻ പറ്റും കേട്ടോ. നല്ലോണം ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റൂട്ടാണ്. അങ്ങനെ മേഘമ എന്ന് പറഞ്ഞ വില്ലേജ് കഴിഞ്ഞ് നമ്മളിപ്പോൾ തൊങ്ലു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തില്ല. തൊങ്ലു വില്ലേജാണിത്. ചെറിയൊരു ലേക്ക് സെറ്റപ്പൊക്കെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ ലേക്ക് സെറ്റപ്പൊക്കെ കാണാം. എന്തായാലും വരുന്ന വഴിയിലാണ് കേട്ടോ കാര്യം. നമ്മൾ എന്താ സത്യം പറയാലോ, സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പോകുന്ന വഴികൾ ഒരു രക്ഷയില്ലാത്ത വഴികളാണ്. നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള വഴികളാണ്. വീടൊക്കെ കണ്ട ഒരുമാതിരി ത്രികോണ ഷേപ്പിൽ. ഇവിടെ ഒരു ചെറിയ ലേക്ക് സെറ്റപ്പ് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ട പോലെ. പക്ഷെ നേരത്തെ കണ്ടത് അടിപൊളി കേട്ടോ. ഇത് പിന്നെ ചെറുതാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ട് കാണാൻ പറ്റും, തൊങ്ങൽ ആൾട്ടിറ്റ്യൂഡ് 3070 കേട്ടോ. കൊള്ളാം. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇത് നേപ്പാൾ എത്തുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ വിഷയം. ഇത് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് വരുമ്പോൾ അങ്ങനെ ഒരു ചൊറയൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രക്കിങ്ങിനായാലും ട്രക്കിങ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇട്ടതാണ്. കാരണം ട്രക്കിങ്ങിന് നമുക്ക് ഗൈഡ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അതുകൊണ്ട് ഭയങ്കര ഇപ്പം ആനിമൽസ് എല്ലാം വല്ലാണ്ട് ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ഗൈഡ് കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആണ്. നമുക്ക് തോന്നും പോലെ പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ മൂഞ്ചി എന്താ ചെയ്യുക. അവിടെ ബാക്കിൽ കുറച്ച് മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നേപ്പാൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വെറുതെ പോയിട്ട് എന്തിനാ പണിയാക്കുന്നത്. ഭയങ്കര ലീഗൽ ഇഷ്യൂസാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ. വെറുതെ എന്തിനാ ഒരു പ്രശ്നം. നമുക്ക് കുറച്ചും കൂടെ ഉള്ളൂ പോകാനുള്ളൂ. ഇനി തുമ്ലിങ്ങിലേക്ക് കേട്ടോ. തുമ്ലിങ് പോയിട്ട് ബാക്കിയുള്ളത് നോക്കാം. അവിടെ നിന്ന് ജപ്പോക്കരി പോകാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം, ഇങ്ങനെ ട്രൈ ചെയ്യാം. ഓരോരുത്തരും പോയിട്ട് ചോദിച്ചു നോക്കാം. എവിടെ നിന്നെങ്കിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ഭാഗ്യം ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളി കേട്ടോ. നമുക്കിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചളിയൊക്കെ എട്ടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളി ലൊക്കേഷനാണ്. ഇനി ഇപ്പം വലിയ കോടയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് സന്ദർഭം പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിംഗ് ബുദ്ധ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. വലിയൊരു മഴയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഹോപ്പുണ്ട്. നോക്കാം, നമുക്ക് എത്തുമെന്ന് വിചാരിക്കാം. അടുത്ത നമ്മളെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ തുമ്ലിംഗ് ആട്ടോ. തുമ്ലിംഗ് എന്ന് പറഞ്ഞ വില്ലേജിൽ വരെ നമുക്ക് പെർമിറ്റ് എല്ലാവർക്കും പോകാൻ പറ്റും. ആർക്ക് വേണം വണ്ടി എടുത്ത് പോകാൻ പറ്റും. താഴെ നമുക്ക് പോലീസ് ചെക്ക് പോസ്റ്റിൽ എൻട്രി കാര്യങ്ങൾ ഇട്ടാൽ മതി കേട്ടോ.
അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുംലിംഗ് വരെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. നമ്മൾ അടുത്ത തുംലിംഗാണ് നമ്മൾ എത്താൻ പോകുന്ന വില്ലേജ് എന്ന് പറയുന്നത്. നമുക്ക് അവിടുന്ന് വണ്ടി വെച്ചിട്ട് നോക്കട്ടെ, നമ്മൾ പെർമിഷൻ കിട്ടുമോ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വണ്ടി കൊണ്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ റൂട്ടുണ്ട് കേട്ടോ. ഞാൻ നേപ്പാൾ കയറിയിട്ട് ഈ റൂട്ട് തന്നെ നമ്മൾ ഈ മലയുടെ മുകളിൽ നമ്മൾ എത്തുന്നതാണ്. ഇതാണ് വെസ്റ്റ് ബംഗാളിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും അവിടെ പോയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ തുംലിംഗ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് തുംലിംഗ് എന്ന് പറയുന്ന വില്ലേജ്. ഇതിലൊന്ന് കുറച്ചൊരു 500 മീറ്റർ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. SSBയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റും. അപ്പം അവിടെ നിന്ന് നമുക്ക് നോക്കാം. നമ്മൾ തുംലിംഗ് എത്തി കേട്ടോ. തുംലിംഗിൽ ഇതാ നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3 മാസം ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് അവർ ഫുള്ള് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാം കേട്ടോ. വണ്ടി നിറച്ച് സാധനങ്ങളാണ്. 3 മാസത്തേക്ക് അങ്ങോട്ട് എൻട്രി ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ സാധനം സ്റ്റോക്ക് ചെയ്യാം. ഫുൾ ഐറ്റംസ് ആണ് കേട്ടോ. ഫുഡ് കാര്യങ്ങൾ തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി എല്ലാം ഉണ്ട്. हाँ बनाया हाइट ज़्यादा मिलेगा ना? आप मतलब ये इसमें एसी भी है? एसी है? हाँ एसी है। एसी कॉटन है ना, क्योंकि वो हाइट किया था आपका डिफेंसल में नहीं लगेगा। हाँ 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 हाँ। बोनेट खोलिए तो एक बार। बोनेट ठीक है। सपोज ड्राइवर साफ नहीं करेगा फिर मैं खुद ही करूँगा। अच्छा। और ओरिजिनल इंजन का पार्ट्स नहीं मिलता है ना? नेपाल मिलेगा? नेपाल से मिलेगा? नहीं मिलता है, नहीं मिलता। नहीं, आप सारा इंडिया में कहाँ पे मिलता है मैं सब आपको बता दूंगा, लेकिन नहीं मिलता है। അങ്ങനെ തുംലിംഗിന് ഇതാ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിലാക്കി ഇനി അങ്ങോട്ടുള്ള യാത്ര കേട്ടോ, സന്തഫു വരെ. അപ്പോൾ ജസ്റ്റ് ഒരു റൈഡ് പോയിട്ട് വരാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നോക്കാമല്ലോ. ലാൻഡ് റോവറിൻ്റെ ഒരു സ്ഥലമാണല്ലോ ഇത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും അതൊന്ന് കയറിയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ തുംലിംഗിൽ വണ്ടി വെച്ചിട്ട് നമ്മൾ ലാൻഡ് റോവറിൽ പോയിട്ട് തിരിച്ചു വരും. ദെൻ നമ്മളെ വണ്ടിയും കൊണ്ട് നമ്മൾ പിന്നെയും പോകും കേട്ടോ. ഇതൊരു പ്രാന്ത് എന്ന് തോന്നുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ വണ്ടിയും കൊണ്ട് പോകാന്നുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.